റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായതിന് സമീപത്ത് പാറ പൊട്ടിച്ചിരുന്നുവെന്ന റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ വെളിപ്പെടുത്തലുമായി പ്രദേശവാസികൾ. മണ്ണിടിച്ചിലുണ്ടാകുന്നതിന് 3 ദിവസം മുൻപ് വരെ പാറ പൊട്ടിച്ചിട്ടുണ്ട് എന്നാണ് പ്രദേശവാസി ഇസ്മായിലിന്റെ വെളിപ്പെടുത്തൽ. പാറ പൊട്ടിക്കുമ്പോൾ വീടുകളിൽ വലിയ പ്രകമ്പനം ഉണ്ടാകാറുണ്ട്. പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ വീടിനുൾപ്പെടെ പ്രകമ്പനമുണ്ടായിരുന്നു. മന്ത്രി വീട്ടിലുള്ള സമയത്ത് പാറ പൊട്ടിച്ചപ്പോൾ പോലീസിനെ സ്ഥലത്തേക്ക് അയച്ചിരുന്നു. ഇനി പാറ പൊട്ടിക്കില്ല എന്നാണ് അന്ന് സ്ഥലമുടമ മന്ത്രിക്ക് നൽകിയ ഉറപ്പ് ലംഘിച്ച് പിന്നീട് അവർ ഇലക്ട്രിക്കൽ ബ്ലാസ്റ്റിംഗ് നടത്തിയെന്നും ഇസ്മായിൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു. എന്താണ് സംഭവിച്ചത്? ഇവിടെ എന്ന് മുതലാണ് ഇവർ ഈ പാറ പൊട്ടിക്കാൻ തുടങ്ങിയത്? പാറ പൊട്ടിക്കൽ പറഞ്ഞാൽ ഇപ്പോൾ ഒരു വർഷത്തിൻ്റെ ആയി തുടങ്ങി. ഒരു 8-9 മാസത്തോളമായിട്ടുണ്ട്. പക്ഷെ അന്ന് അവർ കട്ട് ചെയ്ത് കണ്ട് ഇറക്കിയതായിരുന്നു. ബ്ലേഡിന് കട്ട് ചെയ്ത് കണ്ട് അടി വന്നപ്പോൾ പിന്നെ അവരെ കൊണ്ട് എടുക്കാൻ കഴിയാതെ വന്നപ്പോൾ അവർ പൊട്ടിക്കൽ തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്തപ്പം പാറ പൊട്ടിക്കാൻ നമ്മൾ കോറിയിലൊക്കെ കാണുന്ന പോലെ പാറ പൊട്ടിക്കാം. ഇത് മറച്ചതിൻ്റെ ദിവസം നമുക്ക് കാണാൻ കഴിയില്ല. മറച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ വീട്ടിൽ നല്ല സൗണ്ട് വരും. ഇത് ബ്ലേഡിന് കട്ട് ചെയ്യാൻ പിന്നെ അടി വന്നപ്പോൾ പിന്നെ അവർക്ക് പിന്നെ പാറ പൊട്ടിക്കലല്ല, അവർക്ക് നിവർത്തില്ലാതായി. സൗണ്ട് വന്നു, വീട് പ്രകമ്പനം ഉണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, മിനിസ്റ്റർ ഇവിടെ ഉള്ള ടൈമിൽ ഉള്ള ടൈമിൽ എന്ത് ചെയ്തു, മിനിസ്റ്റർ അവിടുന്ന് ആളെ പറഞ്ഞയച്ചു. ഒരു പോലീസുകാരനടക്കം 2-3 ആൾക്കാർ ഇവിടെ വീട്ടിൽ വന്നു. ഇവിടെ വന്നു. മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ വീടാണ് തൊട്ട് മുകളിലുള്ളത്. അവിടെ അദ്ദേഹം ഉൾപ്പെടെ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ പൊട്ടിക്കൽ നടന്നിരുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ നിന്നും ഉദ്യോഗസ്ഥരെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവർ പിന്നെ ഇനി പൊട്ടിക്കൂല, ഇങ്ങനെ സംഭവിക്കൂല എന്നൊക്കെ പറഞ്ഞു കണ്ട് അവർ പിന്നെ നമ്മൾക്ക് അങ്ങനെ ഒരു ശല്യം ഉണ്ടാവില്ല. പക്ഷെ ഏത് സമയത്ത് മൂപ്പര് ഇവിടെ ഇല്ലല്ലോ. നമ്മളോട് നമ്മൾ ഈ സൗണ്ട് കേൾക്കുമ്പോഴല്ലേ അത് അറിയണ്ട്. പിന്നെ ഉറപ്പ് കൊടുത്തിരുന്നു ഇനി പൊട്ടിക്കൂല, അങ്ങനെ പൊട്ടിക്കൂല എന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി മന്ത്രിക്ക് ഉറപ്പ് കൊടുത്തു. ഉറപ്പ് പോലീസുകാരടക്കം ഇവിടെ വന്നിട്ട് പോലോട് പറഞ്ഞപ്പോൾ ഞാൻ പൊട്ടിക്കൂല, ഞാൻ സംഭവം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ശേഷം ഇപ്പോൾ ഇവിടെ പൊട്ടിക്കണീൻ്റെ 4 ദിവസം മുന്നേ തന്നെ വരെ ഇവിടെ പൊട്ടിച്ചിട്ടുണ്ട്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. എടായിപ്പാലത്ത് മണ്ണിടിച്ചിലുണ്ടായത് മിനിഞ്ഞാന്നാണ്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ചക്ക് മുൻപ് വെള്ളിയാഴ്ച വരെ ഇവിടെ പൊട്ടിക്കൽ നടന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മളിവിടെ പിന്നെ അവരെന്ത് ചെയ്യും, രാവിലെ വന്ന് ഇവിടെ വണ്ടി വരും, ഈ പൊട്ടിച്ച കല്ലുകൂടി കയറ്റിപ്പോകും. അടിയന്തര നടപടിയുമായി വ്യവസായ വകുപ്പ് മലപ്പുറം ജില്ലയിൽ അനധികൃതമായി നടത്തുന്ന എല്ലാ ക്വാറികളും അടപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി നിർദ്ദേശം നൽകി. ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ എസ്.പിക്കും നിർദ്ദേശം നൽകി. പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ നിർദ്ദേശത്തിന് പിന്നാലെ മലപ്പുറം ജില്ലാ കളക്ടർ അടിയന്തര യോഗം വിളിച്ചു. മുബഷീർ പി. അക്ബർ വിവരങ്ങളുമായി ചേരുകയാണ്. മുബഷീർ, യാതൊരു അനുമതിയും ഇല്ലാതെയായിരുന്നു ഈ പാറ പൊട്ടിക്കൽ? ഒരു അനുമതിയുമില്ലാതെയായിരുന്നു ഈ പാറ പൊട്ടിക്കൽ എന്നുള്ളതാണ് ഇപ്പോൾ തെളിയുന്നത്. വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഈ പാറ പൊട്ടിക്കുന്ന പ്രവൃത്തി അവിടെയുള്ള പ്രദേശവാസികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ് അയൽവാസിയായിട്ടുള്ള ഇസ്മായിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ വീടിന് സമീപത്താണ് ഈ പാറ പൊട്ടിക്കൽ നടന്നിരുന്നത്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം വീട്ടിലുണ്ടായിരുന്ന ഘട്ടത്തിൽ പോലും അനധികൃതമായിട്ട് ഇവരിവിടെ പാറ പൊട്ടിക്കുന്നു. ഉഗ്ര ശബ്ദം കേട്ടതോടെ കുഞ്ഞാലിക്കുട്ടി അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അവർ അന്വേഷിക്കുന്ന ഘട്ടത്തിൽ അനധികൃതമാണ് ഇത് നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഉടനെ തന്നെ കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടുകൊണ്ട് ഇനി പാറ പൊട്ടിക്കരുതെന്ന കർശന നിർദ്ദേശം ഉടമയ്ക്ക് നൽകിയിരുന്നു. ഉടമ ഉറപ്പ് കൊടുത്തിരുന്നു ഇനി അത്തരത്തിൽ ഉണ്ടാകില്ല എന്ന്. പക്ഷേ അനധികൃതമായ പാറ പൊട്ടിച്ചാൽ കർശന നിർദ്ദേശം നൽകുകയല്ലോ, നടപടി എടുക്കുകയല്ലേ വേണ്ടത്? നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു എന്നുള്ളതാണ് അയൽവാസി വ്യക്തമാക്കുന്നത്. ഇക്കാര്യത്തിൽ അടിയന്തര യോഗം ഇപ്പോൾ കളക്ടറേറ്റിൽ ചേരുന്നുണ്ട്. മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി നിർദ്ദേശം കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന കോറികൾ, പാറ പൊട്ടിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയെന്നുള്ളതാണ് പറയുന്നത്. അതിന് സമയം വൈകി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഇത് മുൻകരുതൽ നടപടിയായി സ്വീകരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ മണ്ണിടിച്ചിൽ ഉൾപ്പെടെ തടയാൻ സാധിക്കുമായിരുന്നു. പ്രദേശവാസികളുടെ ആശങ്കയ്ക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു തരത്തിലുള്ള പൊട്ടിക്കൽ പോലെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ചെയ്യില്ല എന്ന് സ്ഥലം ഉടമ ഉറപ്പ് കൊടുത്തിരുന്നു. കേവലം ഉറപ്പിൽ മാത്രമാണ് ഇവർ മുന്നോട്ട് പോയതെന്ന ചോദ്യം അവിടെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഇസ്മായിലിന്റെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. തൊട്ടുമുകളിൽ സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്, സംസ്ഥാന പാത താഴ്ഭാഗത്തോടുകൂടി കടന്നു പോകുന്നുണ്ട്. കോറി പോലെയുള്ള ഇടങ്ങളിൽ പൊട്ടിക്കുന്ന പോലെയുള്ള ഇലക്ട്രിക് പ്ലാസ്റ്റിക് ആണ് ഈ പാറ പൊട്ടിക്കലിന് അവിടെ നടത്തിയിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മലപ്പുറം ഒതുക്കുങ്ങൽ സ്വദേശിയാണ് അതിന്റെ ഭൂവുടമ. അനധികൃതമായിട്ടാണ് ഈ പാറ പൊട്ടിക്കൽ നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. ഇവർക്കെതിരെ ഇനിയെങ്കിലും നടപടി സ്വീകരിക്കുവാൻ കഴിഞ്ഞ ദിവസം മുബഷീർ തദ്ദേശ സ്ഥാപനത്തിലെ ഒരു പ്രതിനിധിയോട് സംസാരിക്കുന്ന സമയത്ത് എല്ലാ അനുമതികളും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഈ മണ്ണെടുക്കുമായി ബന്ധപ്പെട്ട് അനുമതി നൽകാതെ മറ്റെന്താണ് വഴിയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ പാറ പൊട്ടിക്കൽ നടന്നതുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് യാതൊരു അറിയിപ്പും ഉണ്ടായിരുന്നില്ലേ?
വലിയ അവ്യക്തത ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൗതുകമുണർത്തുന്ന കാര്യം, അനുമതികളൊക്കെ തന്നെയുള്ള ഒരു ഭൂമിയിൽ, പരിസ്ഥിതി ലോലമല്ലാത്തൊരു മേഖലയിൽ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ് നഗരസഭയൊക്കെ തന്നെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതും അതും 2018 മണ്ണിടിച്ചിലുണ്ടായ മേഖലയാണ്, നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ പറഞ്ഞ മേഖലയാണ്. അന്ന് പരിസ്ഥിതി ലോല മേഖലയല്ലാതെ പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിക്കാത്തതിന് കാരണം ആരാണെന്ന ചോദ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ അനുമതി കൊടുത്തതുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ജിയോളജി വകുപ്പ് കൊടുത്ത അനുമതിയുമായി ബന്ധപ്പെട്ട് നഗരസഭയ്ക്ക് അറിവില്ല. നഗരസഭയുടെ അനുമതിയിൽ ജിയോളജി വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പിന് കൃത്യമായിട്ടുള്ള അവ്യക്തത പറയുന്നുണ്ട്. ഇത് പാണക്കാട്ട് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഭീതിപ്പെടുത്തുന്ന ദൃശ്യമാണ് അവിടെ നിന്ന് പുറത്തേക്ക് വന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് അവിടെ പാറ പൊട്ടിക്കലടക്കം ഉണ്ടായിരിക്കുന്നു. 3 ദിവസം മുമ്പ്, ഈ അപകടം ഉണ്ടാകുന്നതിന് 3 ദിവസം മുമ്പും പാറ പൊട്ടിച്ചിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്.